സുജയ 2014 തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ശിവജിയുടെ പ്രതാപ്ഖണ്ഡിലാണ് പോകുന്നത്. 2019 ആകുമ്പോൾ പോകുന്നത് കേദാർനാഥിലാണ് 15 മണിക്കൂർ ധ്യാനം. 2024 കന്യാകുമാരിയിൽ 45 മണിക്കൂർ ധ്യാനത്തിനാണ് പോകുന്നത്. കോൺഗ്രസ് പറയുന്നത് ഇതൊരു പരോക്ഷ പ്രചരണമാണ്, ഇതൊരു രാഷ്ട്രീയ ധ്യാനമാണ് എന്നാണ്. രാഷ്ട്രീയ ധ്യാനമല്ല. രാഷ്ട്രീയ ധ്യാനം എന്ന് പറയുന്ന ഒരു കോയിനേജ് ധ്യാനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്കേ പറയാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ നിശബ്ദമായി ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു അനുഭൂതിയാണ്. ഡോക്ടർ അരുണും മെഡിറ്റേഷനൊക്കെ ചെയ്യാറുള്ള ആളല്ലേ. നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ പോകുമ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുകയാണ് അല്ലേ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ ഒരു റിഫ്ലക്ഷനിലേക്ക് എത്തുകയാണ്. പുതിയ തോട്ട്സ് അല്ലെങ്കിൽ പുതിയ രീതിയിൽ ഒരു എൻലൈറ്റൻമെൻറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ എന്ന് പാശ്ചാത്യർ വിളിക്കുകയും ഇവിടെ ഇപ്പോൾ ധ്യാനം എന്ന പേരിൽ നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ പറയുകയും ചെയ്യുന്നു. ഇവിടെ രാഷ്ട്രീയ ധ്യാനമാണെന്ന് പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ നിശബ്ദതയെ പോലും, അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ പോലും ഭയപ്പെടുകയാണ്. ഇത്ര പേടിക്കുന്നത് എന്തിനാണ്? മല്ലികാർജ്ജുൻ ഖർഗെയും കോൺഗ്രസും ഒക്കെ ഇത്ര ഭയക്കുന്നത് എന്തിനാണ്? പ്രത്യേകിച്ചും 7ാം ഘട്ടത്തിലേക്ക് എത്തി, എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ, ഇനി പേടിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. 57 സീറ്റുകളിലേക്ക് മാത്രമാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. 7ാം ഘട്ട വോട്ടെടുപ്പാണ്. അതിനായുള്ള പരസ്യ പ്രചാരണം അവസാനിക്കുന്ന വേളയിലാണ് നരേന്ദ്രമോദി ധ്യാനത്തിലേക്ക് എത്തുന്നത്. അതായത് 3 മാസം നീണ്ടുനിന്ന പ്രചാരണം, മാർച്ച് 16-നാണ് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 3 മാസം നീണ്ടുനിന്ന പ്രചാരണം മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 7 ഘട്ട വോട്ടെടുപ്പുകളുടെയും പ്രചാരണം പൂർത്തിയായി കഴിഞ്ഞു. ആ വോട്ടെടുപ്പിന്റെ പ്രചാരണം പൂർത്തിയായതിനു ശേഷം നരേന്ദ്രമോദി ധ്യാനത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരാണസിയിലടക്കം വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് 1-ാം തീയതിയാണ്, അവസാന ഘട്ടത്തിലാണ്. ആ പോളിംഗ് പൂർത്തിയാകുന്ന വേളയിലാണ് ധ്യാനം അവസാനിച്ച് നരേന്ദ്രമോദി തിരികെ ഡൽഹിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുമ്പോഴേക്കും എന്ത് വരും? എക്സിറ്റ് പോൾ വരും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴായിരിക്കും പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിൽ ലാൻഡ് ചെയ്യുക. ഈ സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇനി പോയി പ്രചാരണം നടത്താനുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല. അദ്ദേഹം അതിന് പകരം ഇത്രയും കാലം ഈ പ്രചാരണം നടത്തിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ 45 മണിക്കൂർ ഒരു ഒറ്റയ്ക്കിരിക്കാൻ അതിന് ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലവും പ്രത്യേകതയുള്ളത് തന്നെയാണ്. എപ്പോഴും സ്വാമി വിവേകാനന്ദ റോൾ മോഡലാണ് എന്ന് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല, നേരത്തെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ധ്യാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതുന്നതൊക്കെ കുബുദ്ധികളാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നരേന്ദ്രമോദിയെയും BJPയെയും NDAയെയും ഒക്കെ ഭയക്കുന്നവരാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ EVMനെ കുറ്റം പറയുന്നത് പോലെ നരേന്ദ്രമോദി ധ്യാനത്തിലിരുന്ന് വോട്ട് പിടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം വലിയ പ്രചാരണത്തിലൂടെ വോട്ട് പിടിച്ച നരേന്ദ്രമോദിക്ക് ഇനി ഈ ധ്യാനം കൊണ്ടാണോ ഈ 57 സീറ്റുകളിലേക്കുള്ള വോട്ട് പിടിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ രാഷ്ട്രീയ ധ്യാനം എന്നൊരു സെഗ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പറച്ചിൽ തന്നെ തെറ്റാണ്. അത് ധ്യാനം ഇരിക്കുന്ന വ്യക്തികളെ, അതുപോലെ തന്നെ യോഗി വര്യന്മാരെയൊക്കെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ധ്യാനത്തിന് പോവുകയാണ് എന്നൊക്കെ പറയുന്നത്. ജൂൺ 1-ാം തീയതി 3:25 വരെയാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ഉണ്ടാവുക. അതിനുശേഷം തിരുവനന്തപുരത്തെത്തി 4:10 ഡൽഹിക്ക് മടങ്ങും. ഇതാണ് ആ ഷെഡ്യൂൾ. ഇതൊരു പരോക്ഷ പ്രചാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞത്? ഒരാൾ മൗന വ്രതത്തിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ ധ്യാനത്തിലിരിക്കുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിലക്കാൻ കഴിയുക? ഏത് തരത്തിലാണ് അത് ഒരു MCCയുടെ വയലേഷനായി മാറുന്നത് എന്നുള്ളത് കോൺഗ്രസിനും പറയാൻ കഴിയുന്നില്ല. ഒരാൾ ഇപ്പോൾ ഡോക്ടർ അരുൺ ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ അടുത്ത 1 മണിക്കൂർ ധ്യാനത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരുന്ന് ഡോക്ടർ അരുൺ അങ്ങനെയല്ല സംസാരിച്ചേ പറ്റൂ എന്ന് പറയാൻ കഴിയില്ല. അത് താങ്കളുടെ വ്യക്തിപരമായ ചോയ്സാണ്. അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം, സന്ദർഭം, അതൊക്കെ ആ വ്യക്തിയുടെ ചോയ്സാണ്. നരേന്ദ്രമോദി അത് ചൂസ് ചെയ്തിരിക്കുന്നത് കന്യാകുമാരിയിലാണ്, വിവേകാനന്ദ പാറയിലാണ്. ഇനി ജൂൺ 9-ാം തീയതി കർത്തവ്യപഥിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞിട്ടാണ് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ്. അതായത് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 57 സീറ്റുകളിലെ വിധി നിർണയം പൂർത്തിയായിട്ട് 272ലേക്ക് കഷ്ടിച്ച് നടന്നെടുക്കാനുള്ള ആളല്ല നരേന്ദ്രമോദിയും BJPയും എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഈ ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. 1892 ഡിസംബർ 24, 25, 26 3 ദിവസങ്ങളിലായാണ് സ്വാമി വിവേകാനന്ദൻ ധ്യാനം വരുന്നത്. അതേ ഇടത്തേക്കാണ് നരേന്ദ്രമോദി വരുന്നത്. അന്ന് ഈ കടൽ ക്രോസ് ചെയ്ത് അവിടേക്ക് പോകുന്നു, ആ പാറയിലിരിക്കുന്നു. ഇന്ന് അവിടെ ഒരു ധ്യാന മണ്ഡപമുണ്ട്, വിവേകാനന്ദ റോക്ക് മെമ്മോറിയലാണ്. അതിനുള്ളിലേക്കാണ് ധ്യാനത്തിനിരിക്കാൻ നരേന്ദ്രമോദി എത്തുന്നത്. അത് ഒരു അവിചാരിതമായുള്ള കാര്യമാണ്, അല്ലെങ്കിൽ യാദൃശ്ചികമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് ആലോചിച്ചുറപ്പിച്ച് നരേന്ദ്രമോദി എടുത്ത തീരുമാനം തന്നെയാണ്. 2024 പോൾ ക്യാമ്പയിൻ പൂർത്തിയായി കഴിയുമ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് ആസ്പദമായ മറ്റൊരു കാര്യം കൂടിയാണ്. ചെന്നൈയിലെ മൈലാപ്പൂരിൽ ഈ ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ 125ാം വാർഷികത്തിന് നരേന്ദ്രമോദി പോയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് NDA സർക്കാരിൻ്റെ, അതോടൊപ്പം തന്നെ എൻ്റെ ഫിലോസഫിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ ആ പറഞ്ഞതും ഇപ്പോഴത്തെ ഈ ധ്യാനവും തമ്മിലാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളത്
എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് എന്താണ്, 2047 ആകുമ്പോഴേക്കും ഇന്ത്യ വികസിത ഭാരതമാകാൻ പോകുന്നു. സ്വാമി വിവേകാനന്ദനും എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു വികസിത ഭാരതത്തെക്കുറിച്ചാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ 3ാം ടേം എന്ന് പറയാതെ പറയുകയാണ് നരേന്ദ്രമോദി. ഒരുപക്ഷെ ഇത്തവണ അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം അതായിരിക്കാം അദ്ദേഹം പറയാൻ പോകുന്നത്. ഇനിയൊരു എൻലൈറ്റൻമെൻറ്റ് കിട്ടി, കൊൽക്കത്തയിൽ നിന്ന് ഈ കന്യാകുമാരിയിലേക്ക് എത്തി ധ്യാനത്തിലിരുന്ന നരേന്ദ്രൻ എന്ന ആൾ സ്വാമി വിവേകാനന്ദനായി മാറിയതുപോലെ എനിക്കൊരു എൻലൈറ്റ്മെൻറ്റ് കിട്ടി എന്ന് നരേന്ദ്രമോദി പറഞ്ഞാലും അതിലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ റോൾ മോഡൽ ഇതാണ്, എൻ്റെ ഹിന്ദു സെയിൻ്റായ സ്വാമി വിവേകാനന്ദനാണ് എൻ്റെ റോൾ മോഡൽ എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു തവണയല്ല, പലതവണ പറഞ്ഞു. ഏറ്റവും ഈ മൈലാപ്പൂരിലെ ചടങ്ങിലടക്കം പറഞ്ഞതാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്, ഇതിനകത്ത് നമുക്കിപ്പോൾ നമ്മൾ പറയില്ലേ, വി കാൺ ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ് എന്ന്. അപ്പോൾ അതുപോലെ ഇത് എന്തിൻ്റെയും ഒരു സൂചനയാകാം. അത് നമുക്ക് ജൂൺ 4 കഴിഞ്ഞ് എന്തുകൊണ്ട് ഇവിടം, എന്തുകൊണ്ട് ജൂൺ 1 വരെ ഇവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു, അതിനൊക്കെയുള്ളൊരു മറുപടി തരേണ്ടത് നരേന്ദ്രമോദിയാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ അസംഷൻസ് ആണ് ഈ കാണുന്നതിൽ നിന്ന്. ഇനി നരേന്ദ്രമോദി ഇവിടേക്ക് വരുന്നത് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്നാണ്. ഹോഷിയാർപൂരിലായിരുന്നു നരേന്ദ്രമോദിയുടെ അവസാന പ്രചാരണ റാലി. ഇതിൻ്റെ ഒരു കണക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 16 ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിന് ശേഷം 206 പബ്ലിക് ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, അതായത് റാലികളും കൺവെൻഷൻസും എല്ലാം അടക്കം 206 പരിപാടികളിൽ നരേന്ദ്രമോദി പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പരിപാടികൾ നടത്തിയത്, അത് പ്രതിപക്ഷ നിരയെടുത്താലും ഭരണപക്ഷ നിരയെടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ പൊതുപരിപാടികൾ അല്ലെങ്കിൽ റാലികൾ നടത്തിയത് നരേന്ദ്രമോദി തന്നെയാണ്. പിന്നെ വാരാണസിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ചെലവഴിച്ചുകൂടെ നിശബ്ദ പ്രചാരണ ദിവസത്തിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ നിശബ്ദ പ്രചാരണ ദിവസത്തിൽ ഡൽഹിയിൽ ചെലവഴിച്ചുകൂടെ, 1-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പോയിക്കൂടെ, 4-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നൊക്കെ ചില ദോഷകൾ ചോദിച്ചെന്ന് വരാം. അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാരാണസിയിൽ നരേന്ദ്രമോദിക്ക് ഇനിയിപ്പോൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ തവണ 2019 4.79 ലക്ഷം വോട്ടുകൾക്ക് വാരാണസിയിൽ ജയിച്ച നരേന്ദ്രമോദിക്ക് ഇക്കുറി ആ ഭൂരിപക്ഷം എത്ര കണ്ട് കൂടുമെന്നതിൽ മാത്രമേ ഒരു കൗതുകമുള്ളൂ. കാരണം അന്ന് ആകെ പോൾ ചെയ്തതിൻ്റെ 63%, 6.79 ലാക്സ് വോട്ട്സും നരേന്ദ്രമോദിക്ക് കിട്ടിയതാണ്. അന്നത്തെ തൊട്ടടുത്ത് വന്ന എതിരാളി സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവാണ്. അവർ 1.95 ലാക്സ് ആണ് അവർക്ക് കിട്ടിയ വോട്ട്. അവരിന്ന് BJP-യിലാണുള്ളത്. അപ്പോൾ ആ ശാലിനിയുടെ ഭാഗത്തുണ്ടായിരുന്ന സപ്പോർട്ടേഴ്സിനെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ 5 വർഷം കഴിയുമ്പോൾ നരേന്ദ്രമോദിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഈ വാരാണസി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ നോക്കണം. വാരാണസിയിലെ കാൻഡിഡേറ്റായ നരേന്ദ്രമോദിയാണ് വിവേകാനന്ദ പാറയിൽ വന്ന് ധ്യാനമിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലേക്ക് നരേന്ദ്രമോദി പതുക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണോ ഇത് എന്നുള്ളതാണ്. ഇനി ഒരു രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ടോണിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി പോകുന്നു, അങ്ങനെ ആ രീതിയിൽ സ്വയം ഒന്ന് മാറ്റാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ടോ? ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു നരേന്ദ്രമോദിയാണോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം സ്വാമി വിവേകാനന്ദനാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ സ്വയം പരിവർത്തനം ചെയ്യാനായിട്ടുള്ളതാണോ ഈ 45 മണിക്കൂർ ധ്യാനം? ഇത് കേദാർനാഥിലെ ധ്യാനം പോലെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുന്നു, അതിന് ചിത്രങ്ങൾ ഇവിടെ പുറത്തു വരുന്നു. പക്ഷേ ഇത് ഈ 45 മണിക്കൂർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന്. ഒരു പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വാരാണസിയിൽ മോദി ആദ്യം എത്തുമ്പോൾ അവിടെ 5.5 മില്യൺ ആയിരുന്നു അവിടെ സന്ദർശകരായി ആളുകൾ എത്തിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പുതിയ കണക്ക് വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ കാണുന്നത് 54 മില്യൺ സന്ദർശകർ, അതായത് 10 ഇരട്ടി വർദ്ധിച്ചു. നരേന്ദ്രമോദിയുടെ 2 ടേംസ് കഴിയുമ്പോഴത്തേക്കും വാരാണസിയിലെ സന്ദർശകരുടെ അത്രയുമായി. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ പോയി ഒരു കസേര വലിച്ചിട്ടിരുന്നതേ ഉള്ളൂ. ലക്ഷദ്വീപിലേക്കും മാലദ്വീപിലെ സന്ദർശകരെല്ലാം വന്നു. അതുപോലെ കന്യാകുമാരിക്കും വിവേകാനന്ദ പാറയ്ക്കും നല്ലതാണ്. അവിടെ ധ്യാനത്തിലിരിക്കാൻ, അതുപോലെ അവിടെ സന്ദർശിക്കാൻ വരുന്നവരുടെയൊക്കെ എണ്ണം ഇരട്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി വരും. അത് അവിടുത്തെ ടൂറിസത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ ടൂറിസം എന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റിലടക്കം അതേക്കുറിച്ച് മെൻഷനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്പിരിച്വൽ ഹബ്ബ് കൂടിയായി ഇന്ത്യയെ മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി 3rd ടേമിൽ ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് ഉണ്ടാകാം. അങ്ങനെ ഒരു ആത്മീയ തലസ്ഥാനമായി ഇന്ത്യയെ മാറ്റുക എന്നൊരു ചിന്ത ഒരു പക്ഷേ ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ളതായിരിക്കാം ഒരു പക്ഷേ 3rd ടേം. അതിൻ്റെ ഒരു സൂചനയാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ധ്യാനമെന്ന് ഞാൻ കരുതുന്നു. അതൊരു രാഷ്ട്രീയ ധ്യാനമല്ല. ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കാൻ, സ്വയം തിരിച്ചറിയാൻ, അതോടൊപ്പം തന്നെ വലിയ ഈ ഹസ്ലാൻ ബസിൽ നമ്മൾ പറയുമല്ലോ, ഈ പറയുന്ന സകല ബഹളത്തിൽ നിന്നും മാറി ഒരാൾ വന്നൊരു 45 മണിക്കൂർ ധ്യാനം ഇരിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ ധ്യാനത്തെ, ആ നിശബ്ദതയെ ഒരാൾ വെറുതെ ഇരിക്കുന്നതിനെ പോലും ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണ്? പ്രതിപക്ഷം പേടിക്കാതിരിക്കൂ. 16 ക്യാമറകളുമായി ഒരാൾ വെറുതെ ഇരിക്കുന്നു. പ്രതിപക്ഷം പേടിക്കുന്നത് എന്തിനാണ്? നമുക്കൊരു വേളയ്ക്ക് പോയി വരാം. ഷോർട്ട് ബ്രേക്ക്. Meet the editors.